നമ്മിൽപ്പെട്ടവനല്ല ഒരാളുടെ ഭാര്യയുമായുള്ള ബന്ധം നശിപ്പിക്കുന്നവൻ. ഒരാളും അയാളുടെ ഭാര്യയുമായുള്ള ബന്ധം നശിപ്പിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. ഇവിടെ മറ്റൊരാളുടെ ഭാര്യ വിവാഹം കഴിക്കുന്നത് നിഷിദ്ധമാണ്, പ്രത്യേകം പറയേണ്ടതില്ല. പക്ഷേ മറ്റൊരു സ്ത്രീ മറ്റൊരാളുടെ ഭാര്യയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതോടുകൂടി അവളിൽ നിന്ന് പാലിക്കേണ്ട അകലം പാലിക്കാൻ മുസ്ലിം ഒരാൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവൾ വർത്താനം പറയാ, അവളുടെ ഫോൺ വിളിക്കുക, അവളുടെ വാട്സപ്പിൽ സംസാരിക്കുക. ജാഹിലിയ കാലഘട്ടത്തിൽ വരെ, അതാണ് ജാഹിലിയ കാലഘട്ടത്തിൽ വരെ ഒരു സ്ത്രീ മറ്റൊരാളുടെ ഭാര്യയാണെന്ന് അറിയപ്പെട്ടാൽ ജാഹിലിയത്തിൽ പുരുഷന്മാർ പൊതുവെ അവളെ നോക്കാറില്ല, അവളെ നോക്കില്ല, ആ ഭാഗത്തേക്ക് അടുക്കില്ല. അവൾ ഇന്നയാളുടെ ഭാര്യയാണ് ജാഹിലിയ കാലഘട്ടത്തിൽ വരെ. പക്ഷേ ഈ കാലഘട്ടത്തിൽ സുബ്ഹാനല്ലാഹ് എത്ര കുടുംബങ്ങളാണ് ഇത്തരം മോശമായ ബന്ധങ്ങൾ, ഇത്തരം മോശമായ കാര്യങ്ങൾ കൊണ്ട് തകർക്കപ്പെട്ടിട്ടുള്ളത്. എത്ര കുട്ടികളാണ് മോശമായിട്ടുള്ളത്, എത്ര വീടാണ് തകർന്നു പോയിട്ടുള്ളത്. അവിടെ സഹോദര, ഈ സംസാരം കേൾക്കുന്നവർ ഭാര്യമാരായിട്ട് ഭർത്താക്കന്മാരായിട്ട്, നീ ഒരാളുടെ ഭാര്യയാണോ എങ്കിൽ നിന്റെ മറ നീ കാത്തു സൂക്ഷിക്കുക. അന്യപുരുഷനായിട്ട് സംസാരിക്കരുത്. എന്ത് കാര്യത്തിനാണെങ്കിലും സംസാരിക്കുന്നത്, നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയാന്നല്ലാതെ നിന്റെ മറ, നിന്റെ സെത്തർ പരമാവധി നീ കാത്തു സൂക്ഷിക്കണം. നീ മറ്റൊരാളുടെ ഭാര്യയാണ്, അയാൾക്ക് നിന്റെ മേൽ അവകാശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവർ ഒരാളെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, ഞാൻ അള്ളാഹു റസൂലിനെ ശ്രദ്ധിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ മുഖം ദേഷ്യം കൊണ്ട് ചോക്കുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ ഇവനെ വേഗം പറഞ്ഞു വിട്ടു. എന്നിട്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു റസൂൽ ഇന്ന ആളാണ്, എനിക്ക് ഇന്ന അർത്ഥത്തിൽ മുലകൂടി ബന്ധത്തിൽ അവനുമായി കുടുംബ ബന്ധമുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ മുലകൂടി ബന്ധത്തിൻ്റെ കാര്യം പരിശോധിക്കണം. ഇത്ര തവണ മുല കുടിച്ചാലല്ലാതെ ബന്ധം സ്ഥിരപ്പെടുകയില്ല. അവിടെ ആ സമയത്താണ് അത് ഓർപ്പിക്കുന്നത്. അപ്പോൾ പുരുഷനെ സംബന്ധിച്ച്, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ ഗൈറത്തുണ്ടാവണം. ഭാര്യയ്ക്ക് അവളുടെ ഭർത്താവിൻ്റെ കാര്യത്തിൽ അയാളോടുള്ള ബാധ്യതകൾ പാലിക്കുന്നതിൽ അവൾക്ക് ശ്രദ്ധ ഉണ്ടായിരിക്കണം. പിന്നെ എത്ര ഹദീസിലാണ് വന്നിട്ടുള്ളത് നല്ല സ്ത്രീകളുടെ സ്വഭാവമായിട്ട് പറഞ്ഞ, ഭർത്താവില്ലെങ്കിൽ അവളുടെ ചാരിത്രം സംരക്ഷിക്കുന്നതാണ്. അവളുടെ വീട്ടിൽ വേറെ ആൾ വന്നാൽ, അവളുടെ ഫോണിലേക്ക് ഒരാൾ സംസാരിച്ചാൽ, എത്രയോ സലാമുകളാണ് പിന്നീട് എത്രയോ കുടുംബങ്ങൾ തകരുന്നതിലേക്ക് എത്തിച്ചത്. തുടങ്ങിയ സലാം എന്നാണ്, അവസാനിച്ചത് അങ്ങേയറ്റത്തെ മുസീബത്തുകളിലാണ്. അതിലൂടെ തകരുന്നത് മക്കളാണ്, ഒരാളുടെ ജീവിതമാണ്, അവളുടെയും അവൻ്റെയും ഒക്കെ ജീവിതമാണ്. അതിനൊക്കെ പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ പരലോകത്തുള്ള നിന്റെ അവസ്ഥയാണ്, ഭാര്യയാണെങ്കിൽ ഭർത്താവാണെങ്കിൽ.